സ്ത്രീകൾക്ക് അന്തസ്സ് നൽകാത്ത പുസ്തകമാണ് ഭഗവത്ഗീത എന്നാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ പറഞ്ഞത്. പിന്നീട് വലിയ വിവാദമൊക്കെ ആയിരുന്നു. അതായത് ഈ ഭഗവത്ഗീതയിൽ മുഴുവൻ ഉടനീളം പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ പിന്നീട് അത് വലിയ ചർച്ചകൾക്ക് വിവാദങ്ങൾക്കും ഒക്കെ ഇടയായി. പക്ഷേ ഈ ഭഗവത്ഗീതയെ പലരും ഇതുപോലെ വിമർശിക്കാറുണ്ട്, പലരും അതിനെ ആക്ഷേപിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവത്ഗീത സൗദിയിലെ കുട്ടികൾ പഠിക്കാൻ ഒരുങ്ങുന്നു, സൗദി ഗവൺമെന്റ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഈ ഭഗവത്ഗീതയെ നിരന്തരം ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്നവർക്ക് ഇതൊരു മറുപടിയല്ലേ? മറുപടി തന്നെയാണ്. കാരണം എനിക്ക് മനസ്സിലായി അരുണിന്റെ കാര്യമല്ലേ പറഞ്ഞു. അതിനെതിരെ നമ്മളൊന്നൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. പുള്ളി മനസ്സിലാക്കുന്ന ഭഗവത്ഗീത, യഥാർത്ഥ ഭഗവത്ഗീത നമ്മൾ ഈ ചില കാര്യത്തിനകത്ത് ഇപ്പം രാജേന്ദ്ര സാറിന് കൂടുതൽ അറിവ് കാണും. അപ്പം ഞാൻ അത്ര അറിവുള്ള ആളായിരിക്കത്തില്ല. ഇപ്പോൾ ഒരേ വാചകം ഞാൻ വായിക്കുമ്പോഴും നിങ്ങൾ വായിക്കുമ്പോഴും രണ്ടായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. യഥാർത്ഥത്തിലുള്ളത് അത് ബോധ്യപ്പെട്ടും അല്ലെങ്കിൽ അറിവുള്ളവനും മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ഈ കൃതികള് 4 ലൈനായിരിക്കും പുള്ളി എഴുതി വെച്ചേക്കുന്നത്. അത് വിശകലനം ചെയ്ത് വരുമ്പോൾ ഇപ്പം ഒരു റൂമിനകത്തിരിക്കുന്ന ബണ്ടിൽ കണക്കിന് പുസ്തകത്തിലായാലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ പോലെ അരുണ് ഭഗവത്ഗീത വിശകലനം ചെയ്തപ്പോൾ കണ്ടതാ. അതിനെ വിശദീകരിക്കാൻ പോകുന്നില്ല അത്. പക്ഷേ ഇപ്പം സൗദി അറേബ്യക്ക് തോന്നി പൈസയായി, സംവിധാനങ്ങളായി, കാര്യങ്ങളായി ഇനിയും അവിടെ വൃത്തിയുള്ള ജനത ഉണ്ടാവണം, അതിന് ഭഗവത്ഗീത വേണം. അതാണ് അതിന്റെ നിസ്സാരമായിട്ടുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ കാരണം എന്നാ, ഭഗവത്ഗീതയ്ക്ക് നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ഭാരതത്തിനും അത്രത്തോളം പഴക്കമുണ്ട്, ഭാരത സംസ്കാരത്തിനും അത്രത്തോളം പഴക്കമുണ്ട്. ഈ പഴക്കമുള്ള കാര്യം, ഈ സംസ്കാരം പലരും രഹസ്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ രാജേന്ദ്ര സാർ. കാരണം ഈ അമേരിക്കയിലും മറ്റുമൊക്കെ തുളസിയും യോഗയും അല്ലെങ്കിൽ ഇവിടുത്തെ കളരിപ്പയറ്റും നൃത്തവും ഇതൊക്കെ ചുമ്മാ ഹോബിക്ക് വേണ്ടി ഏറ്റെടുത്തതല്ല. അതിന്റെ ഗുണം മനസ്സിലാക്കി, അല്ലെങ്കിൽ ധ്യാനത്തിന്റെ ഗുണവും മറ്റു പലതിന്റെ ഗുണം മനസ്സിലാക്കി ആ രീതിയിലേക്കുള്ള മനുഷ്യന്മാർ വന്നാൽ ആ രാജ്യത്തിന്റെ വികസനം എത്രത്തിലേക്ക് വരുമെന്നും അല്ലെങ്കിൽ ആ ജനത എത്രത്തിലേക്ക് ആകുമെന്നും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പം പക്ഷേ ഇത് ഉണ്ടായേ മതിയാകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ പോലും വന്നു കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് എല്ലാവരും വരുന്നുണ്ടല്ലോ, ഇന്ത്യയിലേക്ക് എല്ലാവരും ആകർഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഐക്കൺ നരേന്ദ്രമോദി തന്നെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാരതത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ട് ആത്മവിശ്വാസമുള്ള ഒരാളും അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പുള്ളിയുടെ വരുതിക്ക് കൊണ്ടുവന്ന ഒരാളും ലോകത്തിനും അത് തന്നെ. ഇദ്ദേഹം ഇവിടെ വന്ന സമയത്ത്, ഇദ്ദേഹം ഇലക്ഷൻ നേടുന്ന സമയത്ത് ഇന്ത്യയിൽ നൂറുകണക്കിന് നൂറുകണക്കിന് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, പ്രധാനമന്ത്രിമാർ വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, പല പാർട്ടിയുടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ മോഡിൽ ഇന്ത്യയിൽ ഇറങ്ങി ആൾക്കാരുടെ വോട്ട് ചോദിച്ച് ജയിച്ചു വന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഭാരത സംസ്കാരത്തിൻ്റെ, ഹിന്ദുവിൻ്റെ സംസ്കാരമൊന്നുമല്ല ഈ കാവിയും അല്ലെങ്കിൽ കുറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരതികളും ഒന്നും. ഇത് പരസ്യമായിട്ടില്ല, ആർക്കെങ്കിലും ധൈര്യം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധനുണ്ട്, അല്ലെങ്കിൽ ജൈനനുണ്ട്, ഏതെല്ലാം ജാതിയുണ്ട്. അപ്പം ഇതൊരു സംസ്കാരമാണ്, എൻ്റെ ഐഡന്റിറ്റിയാണ്, ഞാനിത് കാണിച്ചിരിക്കും, എന്നാൽ എനിക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ അയാൾക്ക് വോട്ട് ചെയ്യുന്നുള്ള തീരുമാനിക്കുക. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയൊരു സർവേ എന്താണെന്ന് അറിയാം. ലോകത്തുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ജെൻസി ഉണ്ടല്ലോ, നമ്മൾ പറയത്തില്ല പിള്ളേരെ നശിച്ചു, ജെൻസികൾ ഭാരത സംസ്കാരത്തിനെയും ധ്യാനത്തിനെയും പ്രാർത്ഥനയും, അതായത് നമ്മുടെ വല്യമ്മമാർ പറഞ്ഞോളെ കുഞ്ഞെ സന്ധ്യക്കിരുന്ന് പ്രാർത്ഥിക്കണം, ആ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ സർവേ ആയി പറഞ്ഞത്. അപ്പം ഞാനീ പറഞ്ഞ ഭഗവത്ഗീത സൗദി അറേബ്യയിൽ ഏറ്റെടുക്കുക എന്ന് പറയുമ്പം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? കാരണം ഏകദൈവ സിദ്ധാന്തം ഇവിടെ ഏറ്റവും കൂടുതലുള്ള മീഡിയ മണ്ണുകാരൻ അതിന്റെ ആസനത്തിൽ കൂടെ ചൊറിഞ്ഞ് മേപ്പോട്ട് കയറുന്നത് മനസ്സിലായി. ഏകദൈവ സിദ്ധാന്തം, വേറെ ആരെയും നമിക്കാൻ പാടില്ല, ആരും ദ്വഹിക്കാൻ പാടില്ലെന്ന് പറയുമ്പം ഭഗവത്ഗീത എന്ന് പറയാൻ ഒന്നുമല്ല, ഇത് കർമ്മയോഗമാണ്. അത് കർമ്മയോഗം, അതിനകത്ത് വേറെ ഒന്നുമില്ല. എങ്ങനെയാ ഭഗവത്ഗീത വായിച്ചിട്ടും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളവൻ ഈ ഒരിക്കലും പരാജയപ്പെടുത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഏത് പ്രതിസന്ധിയിലും ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, ഒരിക്കലും തളരത്തില്ല. അതുകൊണ്ടല്ലേ അർജുനൻ പലവട്ടം തളർന്നപ്പോൾ പറഞ്ഞു കൊടുത്താണല്ലോ കൃഷ്ണൻ. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇതിന്റെ എല്ലാം കാരണക്കാരൻ ഭാരതമാണ്, ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നായകനാണ്. കാരണം യോഗയുടെ ഒരു ഡേറ്റ്, ലോകത്ത് യോഗയ്ക്ക് ഡേറ്റ് ഉണ്ടാക്കി ആ ദിവസം എല്ലാവരും യോഗ എന്ന് പറയുന്നത് നമ്മുടേതാണ്, ഇതുകൊണ്ട് പ്രയോജനമുണ്ട്, ഇത് ലോകത്ത് യോഗാ ഡേ. അപ്പം അത് വലിയ കാര്യമായില്ലേ. അതുപോലെ തന്നെ ഇത് ഭഗവത്ഗീത അല്ലെങ്കിൽ മോദി ഇതൊക്കെ ചെയ്യുന്നു, മോദി ലോകത്തെ കീഴടക്കുന്നു, മോദിയുടെ സംസ്കാരം, മോദിയെ അനുഗമിക്കണം. അപ്പോൾ അത് എന്താണ്? അതിനകത്ത് ഗീതയുണ്ട്, യോഗയുണ്ട്, ഭാരതത്തിന് സംസ്കാരമുണ്ട്.
ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കുംഭമേള നടന്നപ്പോൾ 176 രാജ്യത്തുനിന്ന് വന്നത് എന്തുവാ നോക്കുക, ഒന്നുമില്ല, ആൾക്കാർ കുളിച്ചിട്ട് കയറി പോവാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിസ്സാരമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്നുമില്ല, ആൾക്കാർ കുളിച്ചിട്ട് കയറിപ്പം ചില ബ്രാഹ്മണർ കുളിക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ കോരി വയ്ക്കും, നമ്മൾ കുളിക്കുമ്പോൾ ചുമ്മാ വരും, പല രീതിയിൽ ആൾക്കാർ കുളിച്ചിട്ട് വരും. ഇതിന്റെ കാര്യം എന്താ? എടാ, കുളിക്കാൻ കോടിക്കണക്കിന് ആൾക്കാർ വരുന്നതിന്റെ കാര്യം എന്തോന്ന് വന്നിരുന്ന് പഠിക്കുക, അവന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഭാരതം, ഒന്നും മനസ്സിലാവുന്നില്ല. അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ആ അത്ഭുതങ്ങൾ തന്നെയാണ് ആ ഭാരതത്തിനകത്തുള്ള ഓരോ മനുഷ്യനും അതേ രീതിയിൽ അത്ഭുതം ജീവിയാണ്. അപ്പൊ ആ അത്ഭുതത്തിന്റെ കാരണം തിരക്കുമ്പോൾ ഗീതയുണ്ടാവാം, യോഗയുണ്ടാവാം, ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ ജീവിത രീതി ഉണ്ടാകാം. കുംഭമേളയ്ക്ക് വരുന്ന സന്യാസിമാരെ കണ്ടില്ലേ സാറേ? ഇവന്മാര് 10, 12, 40 ഡിഗ്രി സെന്റിഗ്രേഡിനകത്ത് ഉടുപ്പില്ലാതിരിക്കുന്നവരെ ഇറങ്ങി വരുന്നത്. ആൾക്കാർ അത്ഭുതപ്പെടുത്തുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു? ആ ഉടുപ്പുമില്ല, ഒന്നുമില്ല, കുറെ വസ്ത്രവും മാറി തൂച്ച് പോരുക. അപ്പൊ ഇവർ പിന്നെ ഓരോരുത്തരും കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് ഒരു അത്ഭുതമാണ്. ഇതിന്റെയൊക്കെ കാരണങ്ങൾ തേടുമ്പോൾ അതിനകത്ത് ഭഗവത്ഗീത ഒരു കാരണമാകാം. അരുണ് കണ്ട ഭഗവത്ഗീതയല്ല യഥാർത്ഥ ഭഗവത്ഗീത, മനസ്സിലായില്ലേ? അപ്പം സൗദി അറേബ്യക്കാർക്ക് പോലും മനസ്സിലായി ഭഗവത്ഗീതയ്ക്കകത്ത് ഗുണവും അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയും. അതുകൊണ്ടാണ് കാന്തപുരം മോദിയെ കണ്ടത്. ഭഗവത്ഗീത ഈ പറഞ്ഞതുപോലെ സൗദിയെ പോലെയുള്ള, സൗദി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഇസ്ലാമിക ഖലീഫേ, ഖലീഫല്ല, പിന്നെ സുന്നി ഇസ്ലാമിന്റെ കേന്ദ്രം എന്ന് വെച്ചാൽ അത് അവരുടെ ഇവർ നമ്മളൊക്കെ അറിയുന്നത് അനുസരിച്ചാണെങ്കിൽ, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന തത്വം അനുസരിച്ചാണെങ്കിൽ വേറെ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ അവരുടെ ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനത്തുള്ള ആരാ? ഹറാമ, പാപോ, അല്ലേ? കാഫിർ അങ്ങനെയുള്ളതാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പം ഈ അത്ഭുതങ്ങൾ തേടി ഇന്ത്യയിലേക്ക് വരുന്നു. അതായത് ഭഗവത്ഗീതയ്ക്കും ആ മാൻഡ്രി. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഈ ഇന്ത്യ ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു കക്ഷി നരേന്ദ്രമോദി തന്നെയാണ്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം യോജിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, സൗദി അറേബ്യയിൽ ഇത് പഠിക്കാൻ പോവല്ല, അവരുടെ സിലബസിൽ ആൾറെഡി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ യാതൊരു വംശീയ കലാപവുമില്ല, അതിൻ്റെ പേര് യാതൊരു വിദ്വേഷങ്ങളുമില്ല, അവർ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. തൊട്ടടുത്ത രാജ്യമായ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന അവിടെയുള്ള കുട്ടികളെ അവർ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് തുടങ്ങിയ സർവകലാശാലകളിലേക്ക് അയച്ചിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം കൂടുതൽ നിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട്, ആ രാജ്യത്തിന് കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരിൽ പലരും അവിടെ വരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ചും തീവ്രവാദ ഇസ്ലാമിക റാഡിക്കൽ ആയിട്ടുള്ള ഇസ്ലാമിക് ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന ആ സംവിധാനങ്ങളുള്ള രാജ്യത്ത് നിന്ന് വന്ന വിദ്യാർത്ഥികളുമായിട്ട് ഇഴുകി ചേർന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശക്തി ഭയങ്കരമാണ്. അത് ഭഗവത്ഗീതയെ പോലല്ല, മയക്കുമരുന്നിനെ പോലെ അവരെ ആകർഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇസ്ലാമിക് ബ്രദർഹുഡിനെ പോലെ തന്നെയുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് വ്യൂസിലേക്ക് മാറാൻ തുടങ്ങുകയും ചെയ്തു. ഇത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ മണത്തറിഞ്ഞ UAE ബ്രിട്ടനോട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഇസ്ലാമിക് ബ്രദർഹുഡിനെ അവിടെ നിരോധിക്കണം. നോക്കണം, ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് പറയുന്നത്, മുസ്ലിം രാജ്യമാണ് പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിക് ബ്രദർഹുഡിനെ നിരോധിക്കണം, ലോകത്തിന് നാശമാണതെന്ന്. അപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്, അവരവരുടെ തത്വങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഖലിസ്ഥാൻകാരെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് പറയുന്ന നടപടി, ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമായിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസത്തിന് നല്ല ചിലവാണ്, നമുക്കറിയാമല്ലോ. ആ സ്കോളർഷിപ്പ് മുഴുവൻ തിരിച്ച് കുട്ടികൾ മുഴുവൻ തിരിച്ച് UAE ചെന്നു. കാരണം ഗവൺമെൻറ് തള്ളിവിട്ടതാണ് അവർ തിരിച്ച് അവിടേക്ക് ചെന്നിരിക്കുകയാണ്. എന്താ കാര്യം? ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒന്നിലേക്ക് പോയി കഴിഞ്ഞാൽ UAE അച്ചീവ് ചെയ്തിരിക്കുന്ന സാമ്പത്തിക പുരോഗതി മുഴുവൻ ഇല്ലാതെ പാകിസ്ഥാനെ പോലെ, ഈജിപ്തിനെ പോലെ, സിറിയയെ പോലെ, യമനെ പോലെ ഒരു രാജ്യമായിട്ട് അത് മാറും. അവരത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഭഗവത്ഗീതയുടെ കാര്യം പറയുമ്പോൾ, ഭഗവത്ഗീത സൗദി അറേബ്യയ്ക്ക് വരുന്നതിന് മുമ്പ്, എത്രയോ നാൾ മുമ്പ് ആണവ ബോംബ് കണ്ടുപിടിച്ച ഓപ്പൺ ഹെയ്മർ, ആ സിനിമയുണ്ടത് അതിൻ്റെ പേരിൽ, ആ ഓപ്പൺ ഹെയ്മർ കയ്യിൽ വെച്ച് കൊണ്ടു നടന്നതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തത്വം കണ്ടുപിടിച്ച തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച്, ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് അസ്ഥിയും മജ്ജയും മാംസവുമായി നടന്നിരുന്നു എന്ന് ഇനി വരുന്ന തലമുറകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഒരു അത്ഭുത മനുഷ്യനാണ്. ആ അത്ഭുത മനുഷ്യനായ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്ന് പറയുന്നത് കയ്യിൽ എപ്പോഴും ഗീതയുണ്ട്, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഞാൻ ഗീതയിലേക്കൊന്ന് നോക്കും.
ആ ഗീതയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടും. വിനോബാ ഭാവെയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ ആദ്യ നാളുകളിലെ പോരാളി, അദ്ദേഹവും ഭഗവത്ഗീതയുടെ വലിയൊരു ആരാധകനായിരുന്നു എന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഭഗവത്ഗീതയ്ക്ക് ഇത് വായിക്കുന്നവരുടെ മനസ്സനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, അത്തരം ഒരു വ്യാഖ്യാനമാണ് അരുൺ നൽകിയത്. രാക്ഷസന്മാർക്ക് അതിൻ്റേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. ഈ ധർമ്മവും അധർമ്മവും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളതാണ്. അതിൻ്റെ യുദ്ധം നമ്മുടെ മനസ്സിൽ നടക്കും. ചിലർക്ക് ഈ അധർമ്മം കൂടുതലായിരിക്കും, മറ്റുള്ളവർക്ക് ധർമ്മമായിരിക്കും കൂടുതൽ. ഇപ്പോൾ അരുണിൻ്റെ മനസ്സിൽ എന്താണ് കൂടുതലുള്ളതെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. ഇനി കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ഇനിയും മറ്റൊരു കാര്യമുള്ളത്, മോഡേൺ മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ഉണ്ടല്ലോ, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഉള്ള സ്ഥാപനങ്ങളിൽ ഭഗവത്ഗീത മാനേജ്മെൻറ്റിന് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ടെൻഷൻ അടിക്കുകയും ചെയ്യേണ്ട, നമ്മുടെ ഈ ടെൻഷൻ എല്ലാം പോയി കിട്ടുന്ന ഒരു കാര്യം അനാസക്തി യോഗയാണ്. യോഗ ഉണ്ടതിൽ പല യോഗങ്ങളിൽ അനാസക്തി. എന്താണത്? അനാസക്തി യോഗ എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ്. നമ്മൾ ചെയ്യുന്ന എന്താണോ ആ കർമ്മം നിർവഹിക്കുക, അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഈ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നീ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. അതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ല. എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് നാശം പിടിക്കാനായിട്ട് ഒരു ഫലവും ഉണ്ടാരടങ്ങാൻ. നമുക്ക് ആ ഒരു നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ഉപദേശിക്കുന്നത്, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഞാൻ പറഞ്ഞു, പക്ഷേ നീ ഇത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വിവേകപൂർവ്വം വേണ്ടതുപോലെ ചെയ്യുക. അപ്പോൾ വിവേകമുള്ളവനല്ലേ ഇതുപോലെ ചെയ്യാൻ കഴിയും. വിവേകമില്ലാത്ത അരുണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഓപ്പൺ ഹേമറും എന്തായാലും വിവേകമില്ലാത്തവനല്ലല്ലോ. അപ്പോൾ മഹാത്മാഗാന്ധി അങ്ങനെയാണെന്ന് അരുൺ പോലും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹം ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഏറ്റവും അവസാനം മരിച്ചുപോയ നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള APJ അബ്ദുൽ കലാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഭഗവത്ഗീത. അതുപോലെ വേറെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സന്യാസത്തിന് പോയതാണ് ഇവിടെ ഹിമാലയത്തിൽ. അവിടെ നിന്ന് ഒരു സന്യാസി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ സന്യാസി തന്നെ, തിരിച്ചു പോയി, നിന്റെ കർമ്മം ഇതല്ല, രാജ്യം ഭരിക്കാൻ പറഞ്ഞോളാം, തിരിച്ചു വന്നിട്ടുണ്ട്. അത് സന്യാസി അല്ലായിരുന്നു. അതെ അതെ, സന്യാസി അല്ലായിരുന്നു, ഒന്നുമില്ലല്ലോ മരിച്ചപ്പോൾ. അല്ല, മുസ്ലിമായ മുംതാസ് അലി എന്ന് പറയുന്ന സ്ത്രീ എമ്മും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ വന്നു വിളിച്ചു, അങ്ങനെ പിന്നെ ഹിമാലയ പർവ്വതത്തിലേക്ക് പോയി അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നെഴുതിയ പുസ്തകമാണ് അപ്രന്റീസ്ഷിപ്പ് ഓഫ് എ ഹിമാലയൻ യോഗി എന്ന് പറയുന്ന പുസ്തകം. വളരെ പ്രസിദ്ധമാണ്. സത്സംഗത്തിൻ്റെ ആളായിട്ടുള്ള ശ്രീയം, ഹൈദരാബാദിലാണ് അദ്ദേഹം. ഒരു കാര്യം ഇപ്പം ഇനിയും ഒരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം അവസാനമായിട്ട് പറഞ്ഞേക്കാം, ഇനിയും ഭഗവത്ഗീതയെ വല്ലതും പറഞ്ഞാൽ മൊട്ടയരുണ്ണെ സൗദിയിൽ നിന്ന് അറസ്റ്റ് വെടിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അല്ലെങ്കിൽ ഇപ്പൊ വെടി തീർന്നല്ലോ, കാട്ടുകള്ളന്മാരാണ് അതിനകത്ത്. ആൾക്കാർ സൗദിയിൽ നിന്ന് ആള് വന്ന് വെടിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഭഗവത്ഗീത അറിയാവുന്ന വൃത്തിയായിട്ട് വിശകലനം ചെയ്ത് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. താല്പര്യത്തിനനുസരിച്ച്, ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഭഗവത്ഗീത വിശകലനം ചെയ്യരുത്. എക്സാക്ട്.